എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റോസ്റ്റാണ്. നല്ല മസാലയൊക്കെ തിക്ക് മസാലയുള്ളൊരു റോസ്റ്റാണ്. ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഒരു പാനിൽ എണ്ണയൊന്നും ഒഴിക്കാതെ 6 ഉണക്കമുളകും 10-15 കാഷ്യൂ നട്ട്സും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 7-8 മിനിറ്റ്. എണ്ണയുടെ ആവശ്യമില്ല. 7-8 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം, പൊടിച്ചെടുക്കാം. ഇനി വേണ്ടിയത് തക്കാളി 1 കൊച്ചുള്ളി 5-6. ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ എണ്ണ ഇട്ടതിന് ശേഷം ആ തക്കാളി 1 5-6 കൊച്ചുള്ളി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5-6 മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അത് നല്ലോണം വാടി വരും. നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരുന്ന ഉണക്കമുളകിൻ്റെയും കാഷ്യൂ നട്ട്സിൻ്റെയും കൂടെ തന്നെ ഈ തക്കാളിയും കൊച്ചുള്ളിയും കൂടെ പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടി 4 ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് 2 മീഡിയം സൈസ് സവാളയും ഉപ്പും ചേർക്കാം. നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഒരു പച്ചമുളക് ആഡ് ചെയ്യാം. ഇനി വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. ഇതും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 7-8 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നല്ല വാടി വരുമ്പോൾ നമുക്ക് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും. ഇത് മൂന്നുമാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി 1/2 കിലോ ചിക്കൻ ഈ മസാലയിൽ പൊതിഞ്ഞെടുക്കാം. നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഏകദേശം 5 മിനിറ്റോളം വെക്കണം. കവർ ചെയ്ത് 5 മിനിറ്റ് വെക്കുക. കാരണം ഈ മസാലയിൽ ചിക്കൻ മസാല പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഉണക്കമുളകും കാഷ്യൂ നട്ട്സും തക്കാളിയും കൊച്ചുള്ളിയും ഗ്രൈൻഡ് ചെയ്ത് വെച്ച ആ പേസ്റ്റും കൂടെ ചേർക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഈ പേസ്റ്റുമായിട്ടൊന്ന് ചിക്കൻ പിടിക്കണം. ഈ മസാലകളെല്ലാം ചിക്കനിൽ പിടിച്ചാൽ വളരെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ആകെ ഇവിടെ കുക്കിംഗ് ടൈം 10 മിനിറ്റായി. ലോ ടു മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്യണം. ഇനി നമുക്ക് ഗരം മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മല്ലിച്ചീര അല്ലെങ്കിൽ കറിവേപ്പില ചേർക്കാം. ഞാൻ ഇവിടെ കറിവേപ്പിലയാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിച്ചീരയും ചേർക്കാം. ഇനി നമുക്ക് എത്ര ചാറ് വേണം അത്രയും വെള്ളം ഒഴിക്കണം. ഇപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ചാറായിരിക്കും കിട്ടുന്നത്. 1/2 ഗ്ലാസ് ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് റോസ്റ്റ് പോലെ കിട്ടും. 3/4 ഗ്ലാസ് ഒഴിക്കുകയാണെങ്കിൽ നല്ല കറി പോലെ ചാറ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ചാറിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 ഗ്ലാസ് ആഡ് ചെയ്തപ്പോൾ ഇങ്ങനെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഗ്രേവി പോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു റോസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.